രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. കാടിൻ്റെ വന്യതയും ഭക്തിയുടെ ശാന്തതയും ഒന്നിച്ചു ചേർന്ന കണ്ണൂർ ജില്ലയിലെ നിബിഡ വനത്തിൽ ബാവലിപ്പുഴയുടെ ഇരുകരകളിലുമായി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന നമ്മുടെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ശരിക്കും നമുക്ക് ഒരു വിസ്മയം തന്നെ തോന്നിപ്പിക്കുന്ന ഒരുപാട് വ്യത്യസ്തമായ പൂജകളും നിഗൂഢമായ പൂജകളും വ്യത്യസ്ത സമ്പ്രദായങ്ങളും കൊണ്ട് സമ്പന്നമാക്കിയ നമ്മൾ ഒരിക്കലെങ്കിലും പോയി തൊഴാൻ, മനുഷ്യജന്മത്തിൽ ഒരിക്കലെങ്കിലും അവിടെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നൊരിടം. പ്രകൃതിയിൽ തന്നെ ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരു ഭക്തിയുടെ അന്തരീക്ഷം. പഞ്ചഭൂതങ്ങൾ ശരിക്കും കാവലാളായി നിൽക്കുന്ന, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ആ ഒരു വല്ലാത്തൊരു വൈശിഷ്ട്യമാർന്ന ഒരു സ്ഥലം, അതാണ് കൊട്ടിയൂർ. എല്ലാ തരത്തിലും ആ കൊടുമഴയത്ത് ആ മഴ മുഴുവൻ കൊണ്ട് ഇരിക്കുന്ന ആ പ്രദേശം, വെയിലും മഴയും അങ്ങനെ എല്ലാം അനുഭവിച്ച് 11 മാസക്കാലം ദേവഗണങ്ങളാൽ പൂജിക്കപ്പെടുന്ന ദേവസ്ഥാനം. ഒരു മാസം മാത്രം, അതായത് ഇടവമാസത്തിലെ ചോതിനാൾ മുതൽ മിഥുന മാസത്തിലെ ചിത്തിര നാൾ വരെ നീണ്ടു നിൽക്കുന്ന കുറഞ്ഞ സമയം മാത്രം നമുക്ക് പോയി തൊഴാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അങ്ങനെ മാത്രം പ്രവേശനം അനുവദിക്കപ്പെട്ട ഒരു സ്ഥലമാണ് അക്കരെ കൊട്ടിയൂർ, ദക്ഷയാഗഭൂമി. ഇടവമാസത്തിലെ മകന്നാളിലാണ് നീരെഴുന്നള്ളത്ത്. അതായത് അവിടെ സ്ഥാനികർ എത്തിക്കൊണ്ട് കുറിച്യ സമുദായത്തിലെ ആൾക്കാർ മുതൽ ഓരോ സമുദായത്തിലെയും ബ്രാഹ്മണ സമുദായം വരെയുള്ള ആൾക്കാർ കൂവയിലെയും നീര് എടുത്ത്, അതായത് ജലം ആ സ്വയംഭൂ ലിംഗത്തിൽ നിവേദിക്കുന്നത്, നീരെഴുന്നള്ളത്ത് എന്ന് പറയുന്ന ഒരു സമയം. പിന്നീട് അതിനുശേഷം ചോതി ദിവസം ചോതി വിളക്ക് തെളിയിക്കുകയും അവിടെയുള്ള ആ അഷ്ടബന്ധം നീക്കി നാളം തുറക്കൽ എന്ന ഒരു ചടങ്ങ് കൂടെ നടക്കുന്നുണ്ട്. അന്നത്തെ ദിവസം നെയ്യാമൃത് ഓരോ സ്ഥാനീകർ അവിടെ ഓരോ നീര് കൊണ്ടുവരുന്നത്, നെയ്യ് കൊണ്ടുവരുന്നത്, അവിടേക്കുള്ള വിളക്ക് തിരികൾ എത്തിക്കുന്നത്, അതുപോലെ തന്നെ ഇളനീർ, കാവുകളിൽ ഇളനീർ അഭിഷേകത്തിന് എത്തിക്കുന്നത്, ഇതൊക്കെ ഓരോരുത്തരും വളരെ നിഷ്ഠയോടുകൂടിയുള്ള വൃഥാനുഷ്ഠാനത്തോടു കൂടിയാണ് എത്തിക്കുന്നത്. അങ്ങനെ ചോതിനാളിൽ ചോതി വിളക്ക് തെളിയിക്കുകയും അഷ്ടബന്ധ കലശം മാറ്റി ആ നാളം തുറക്കൽ കഴിഞ്ഞതിന് ശേഷം അവിടെ നെയ്യാട്ടം നടക്കുമെന്നാണ് പറയുന്നത്. ആ ദിവസം തന്നെയാണ് മുതിരേരി വാൾ അവിടേക്ക് എത്തുന്നത്. ദക്ഷൻ്റെ തലയറുത്തിട്ടുള്ള ആ വാള് ചെന്ന് വീഴുന്ന സ്ഥലമാണ് മുതിരേരി എന്ന് പറയുന്നത്. അവിടെ വെച്ച് മുതിരേരി വാൾ, അവിടെയുള്ള ശാന്തിക്കാരൻ, അതും എടുത്ത് ഓടുന്ന കാഴ്ച നമുക്ക് അതിശയിപ്പിക്കുന്നതാണ്. ഏകദേശം 20-35 കിലോമീറ്റർ ദൂരം ആ വയനാടൻ മലകൾ ഇറങ്ങി അയാൾ എവിടെയും നിൽക്കാതെ അങ്ങ് ഇക്കരെ കൊട്ടിയൂർ വരെ ഓടിയെത്തുന്ന കാഴ്ചയാണ്. ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നുമില്ലാതെ, എവിടെയും വിശ്രമം പോലുമില്ലാതെ, ഒരു വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യാതെ ആ ഊർജം അതെവിടെ നിന്നാണ് കിട്ടിയത്? സാക്ഷാൽ ഭഗവാനിൽ നിന്ന്. ആ സാക്ഷാൽ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് അയാളിൽ എത്തുന്ന ആ ഊർജം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ അന്ധവിശ്വാസവും അല്ല, ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് പറയുമ്പോൾ, ഇതിനൊന്നും ഉത്തരമില്ലാതെ നിൽക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഭഗവാന്റെ ലീലകൾ എന്ന് പറയുന്നത്? അപ്പം 20 കിലോമീറ്ററുകളോളം അയാൾ ഓടി വന്ന് ആ ഇക്കരെ കൊട്ടിയൂരിൽ എത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിറ്റേ ദിവസം വിശാഖ നാളിലെ ഉരാളന്മാർ വന്നിട്ടാണ് ബാക്കിയുള്ള ചടങ്ങുകളും. അന്ന് അർദ്ധരാത്രിയോടുകൂടി, നമുക്കറിയാം കൊട്ടിയൂരുള്ള പൂജകളിൽ അധികവും നിഗൂഢമായ പൂജകളാണ്. ഇക്കരെ കൊട്ടിയൂരെ കൊണ്ട് നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ തന്നെ, ഇക്കരെ കൊട്ടിയൂരിൽ പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ ഇല്ലമാണെന്ന് പറയുന്നുണ്ട്. അവിടെ പ്രദക്ഷിണം നമ്മൾ കാണുന്നില്ല, പ്രദക്ഷിണം അനുവദനീയമല്ല. പക്ഷേ ചുറ്റിലും ഒഴുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് ആയില്യാർ കാവ് എന്ന് പറയുന്ന ഒരു കാവുണ്ട്. സതീദേവി ഭഗവാന്റെ അർദ്ധ
സമ്മതത്തോടു കൂടി ദക്ഷയാഗത്തിന് പുറപ്പെടുമ്പോൾ ഭഗവാൻ മഹാദേവൻ 1000 വില്ലുകാരെ ഭൂതഗണങ്ങളെ പറഞ്ഞയക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർ വന്നിരുന്ന സ്ഥലമാണ് ഈ ആയില്യാർകാവ്. ഒരുപാട് ഏക്കറുകളോളം നീണ്ടു പരന്ന് കിടക്കുന്ന ഈ ആയില്യാർകാവിൽ 1000 വില്ലുകൾ വെച്ച് ഈ ഭൂതഗണങ്ങൾ വിശ്രമിച്ചു എന്നും ഇവിടെ പ്രാക്കൂഴത്തിനും നീരെഴുത്തിനും മാത്രമേ അവിടെ പൂജകളുള്ളൂ. അതുപോലെ തന്നെ ഈ നിഗൂഢമായ പൂജ പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുകയും അർദ്ധരാത്രിക്ക് ശേഷം മാത്രമാണ് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. അപ്പം അവിടെ അപ്പട എന്ന് പറയുന്ന ഒരു നിവേദ്യം നിവേദിക്കുന്നുണ്ട്. അരി, മഞ്ഞൾപ്പൊടി, ശർക്കര ഇതൊക്കെ കൊണ്ടാണ് ആ അപ്പട ഉണ്ടാക്കുന്നത്. ഈ അപ്പട നിവേദ്യം അവിടെയുള്ള സ്ഥാനികർക്ക് ആർക്കെങ്കിലും കഴിക്കുമ്പോൾ കയ്പ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ അടുത്ത കൊട്ടിയൂർ വൈശാഖ മഹോത്സവമാകുമ്പോഴേക്കും അവരെ ഈ ഭൂമിയിൽ നിന്ന് ഭഗവാനിലേക്ക് ലയിക്കും എന്നാണ് പറയുന്നത്. അതായത് അവർ ഇല്ലാണ്ടാവുന്നു, അവർക്ക് മരണം സംഭവിക്കുന്നു. അപ്പം അത് മനസ്സിലാക്കിയ ആ സ്ഥാനികർ അവർ അന്ന് വരെ ആർജിച്ചെടുത്ത തന്ത്രമന്ത്ര വിദ്യകളൊക്കെ തന്നെ അടുത്ത ആൾക്കാർക്ക് ഉപദേശിക്കാനുള്ള സമയമായി എന്ന് അറിഞ്ഞുകൊണ്ട് അടുത്ത ആൾക്കാർക്ക്, അടുത്ത തൻ്റെ അനന്തരാവകാശിക്ക് തൻ്റെ എല്ലാ മന്ത്രതന്ത്ര വിദ്യകളും ഉപദേശിക്കും. അതുവരെ ഇതൊന്നും തന്നെ കൈമാറാൻ പാടില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അന്ന് അത് മധുരമുള്ള ഒരു നിവേദ്യമാണ്. പക്ഷെ അയാൾക്ക് അന്ന് കയ്പ്പ് അനുഭവപ്പെടും. അതുപോലെ തന്നെ അവിടെ ഉള്ള പല പൂജകളും കൊട്ടിയൂർ നമ്മൾ കാണുന്നുണ്ട്. ഗജവീരന്മാരൊക്കെ എഴുന്നള്ളുക ഈ ഒരു വിശാഖം നാളിലാണ്. അന്നത്തെ രാത്രിയോടുകൂടിയാണ് അവിടെ പൂജകളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പം ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി അവിടെ പ്രകൃതിയാൽ ലയിച്ച് കിടക്കുന്ന ആ മണിത്തറയും അമ്മാറത്തറയും വാളറകളും, അതുപോലെ തന്നെ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാള അവിടത്തേക്ക് എഴുന്നള്ളുന്നതും ഈ ചോതിനാളിലാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ സർവ്വ ആഭരണങ്ങളും ഒക്കെ എത്തുന്നതും ആ സമയങ്ങളിലാണ്. നമുക്ക് അവിടെ ക്ഷേത്രം എന്ന് പറയാൻ നമ്മളൊന്നും കെട്ടിയുണ്ടാക്കിയ ക്ഷേത്രങ്ങളൊന്നും തന്നെ നമുക്കവിടെ എത്തിയ കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഭാവലിപ്പുഴയിൽ കുളിച്ച് അവിടത്തേക്ക് നടന്നെത്തി ആ തിരുവഞ്ചിറയിലൂടെ കാലുകളും നനച്ച് നമ്മൾ കാണുന്നത് ഒരുപാട് പർണശാലകളാണ്. ചുറ്റിലും പർണശാലകൾ, നടുവിലാണെങ്കിൽ സ്വയംഭൂലിംഗം, അത്രയും വിശിഷ്ടമായ സ്വയംഭൂലിംഗമാണ്. അവിടെയുള്ള ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് പറയാനും അനുഭവിക്കാൻ, അതിൻ്റെ ഒരു അംശം മാത്രം നമ്മൾ അനുഭവിക്കാൻ പറ്റുന്ന അത്രയും അനുഭവവേദ്യമായ സ്വയംഭൂലിംഗവും അമ്മാറത്തറയും, ഒരു ഓലക്കുടയിൽ അമ്മാറത്തറ, അത് സതീദേവിയുടെ സാന്നിധ്യം അവിടെയാണെന്നുണ്ടാകുന്നത്. അപ്പം അതുപോലെ തന്നെ തെക്ക് ഭാഗത്തായി ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ വാളറകളും ഇതൊക്കെ തന്നെ കണ്ടു തൊഴുതുകൊണ്ട് ആ തിരുവഞ്ചിറയിലൂടെ നടന്ന് നമ്മൾ ശരിക്കും അവിടെ എവിടെയെങ്കിലും ഇരുന്ന് നന്നായി ആ പ്രകൃതിയിൽ ഇരുന്നു കൊണ്ട് ആ പ്രകൃതീശ്വരനെ നന്നായി ധ്യാനിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവരും കൊട്ടിയൂർ ഒരു തവണയെങ്കിലും നമ്മൾ ക്ഷേത്രങ്ങളും ഗോപുരങ്ങളും ഒരുപാട് ചിത്രപ്പണികളും ഒക്കെ കണ്ടുകൊണ്ടുള്ള നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലുള്ള ആ ഒരു വിചാര വിശ്വാസത്തെ ഒട്ടാകെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ കാണുന്ന കാഴ്ച. ആ നിബിഡ വനത്തിനുള്ളിൽ നമ്മൾ ആ പ്രകൃതിയെ തന്നെ ആരാധിക്കുന്ന ആ പ്രകൃതീശ്വരൻ തന്നെ, ശരിക്കും അഭിഷേകപ്രിയനായ ഭഗവാന് അഭിഷേകം കൊടുക്കുന്നത് സാക്ഷാൽ പ്രകൃതീശ്വരിയായ ആ മഴ തന്നെയാണ്. അതുപോലെ അവിടെ ഓരോന്നും വെയിൽ, മഴ, ആകാശം, അഗ്നി, അങ്ങനെ പലതും പലതും നമുക്ക് പറയാൻ വാക്കുകൾക്കതീതമായി അവിടെ അത്രയും നിവേദ്യങ്ങളൊക്കെ നിവേദിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരിക്കലും ചാരം കാണുന്നില്ല എന്ന് പറയുക. പക്ഷേ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഈ കൊട്ടിയൂർ ഉത്സവ സമയത്ത് ഒരുപാട് ചാരം എത്തുമെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് കത്തിക്കുന്ന എല്ലാ ചാരവും അവിടെ ആ ഒരു
നമ്മൾ പറയും എങ്ങനെയാണ് ഭസ്മപ്രിയനായ അല്ലേ, അഭിഷേകം ഭസ്മം ശരീരം മുഴുവൻ പൂശി നടക്കുന്ന ഭസ്മപ്രിയന് രാജരാജേശ്വരന് അവിടെയാണ് ഇവിടെ കത്തുന്ന ചാരം മുഴുവൻ എത്തുന്നത്. ഇതൊക്കെ നമുക്ക് ഒരു തരത്തിലും കണക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ പറയും ദൈവം ഇല്ല, അല്ലെങ്കിൽ ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തുത്തരമാണ് പറയേണ്ടത്? നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്ത, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അറിയാത്ത നമ്മുടെ ഉള്ളിലുള്ള അനുഭൂതി കൊണ്ട്, നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞ് ആനന്ദിക്കുന്ന ആ ഭഗവാനെ നമ്മൾ അറിയുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പം എല്ലാവർക്കും നല്ല കൊട്ടിയൂർ ആഘോഷം ഉത്സവാശംസകൾ നേരുന്നു. എല്ലാവരും കൊട്ടിയൂർ പെരുമാളിനെ പോയി അറിയുക, ആനന്ദിക്കുക. എത്രമാത്രമേ പറയാനുള്ളൂ. സർവം രാധാകൃഷ്ണ പ്രണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.